ഒരു കാരണവശാലും നമ്മൾ ആശ്രയിക്കുന്ന ആൾക്ക് നഷ്ടം വരാൻ പാടില്ല. പണിയും കാര്യങ്ങളായിട്ട് നമുക്ക് എപ്പോഴും അച്ഛനെ കാണുമ്പോൾ ആ ഒരു ടയേർഡായ രീതിയിലായിരിക്കും. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഈ ബാലൻ്റെ മകൻ ഇങ്ങനെ ഓരോ പണികൾക്ക് ഒരു പണിയിലവൻ നിലനിൽക്കില്ല, കുരുത്തം പിടിക്കില്ല. നമ്മൾ കരുതി കൂട്ടി ചെയ്താണെന്നുള്ള കാഴ്ചപ്പാടിലൊക്കെ കുറേ ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാനൊരു 5 മിനിറ്റാണ്ട് അമ്മേനെ കെട്ടിപ്പിടിച്ചെനിക്ക് കരഞ്ഞു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഹായ് ഹലോ, ഇറ്റ്സ് മീ സജന സഹറാസ്. ഇൻസ്പയറിന്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും പറയാനൊരു സ്റ്റോറി ഉണ്ടാകും. പക്ഷേ ഇൻസ്പയറിംഗ് ആയ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി എല്ലാവർക്കും ഉണ്ടാവില്ല. അതങ്ങനെ കുറച്ച് പേർക്കേ ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അങ്ങനെ സ്പെഷ്യൽ സ്റ്റോറി പറയുന്ന ഒരാളാണ്. ഒരുപാട് ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് അതിജീവനങ്ങൾ, ഒരുപാട് സ്ട്രഗിൾസ് എല്ലാം കടന്ന് ഒരു ആത്മഹത്യയുടെ പാതയിൽ നിന്നും അതിൽ നിന്നെല്ലാം മാറി ചിന്തിച്ച് വിജയപാതയിലേക്ക് എത്തിയ മലബാർ ഫുഡ്സിൻ്റെയും വീനസ്റ്റിൻ്റെയും കമ്പനി ഉടമകളായിട്ടുള്ള സരിക ആൻഡ് പ്രവീൺ ദമ്പതികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ ആൻഡ് മാം, വാം വെൽക്കം ടു ഇൻസ്പയർ ഷോ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ്. അപ്പോൾ ആദ്യം നമുക്ക് ഫാമിലി വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. എവിടെയാണ് നാട്, വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അവിടെ പെരിന്തൽമണ്ണയ്ക്ക് അടുത്തൊരു ചെമ്മാണിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പറായിട്ട് കമ്പനിയും വീടും തൊട്ടടുത്താണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ മരണപ്പെട്ടു, 8 മാസമായി. അമ്മയുണ്ട്, പിന്നെ വൈഫ് സരിക, പിന്നെ 3 പിള്ളേർ. 3 കുട്ടികൾ. 3 കുട്ടികളപ്പോൾ എന്ത് ചെയ്യുന്നു? വലിയ ആൾ SSLC 10ാം ക്ലാസ്സാണ്, രണ്ടാമത്തെ ആൾ 7ാം ക്ലാസ്സിൽ, ചെറിയ ആൾ LKG. അപ്പം നമ്മളിനി നമ്മുടെ ബിസിനസ് ഫീൽഡിലേക്ക് വരാം. ഇൻസ്പയറിംഗ് സ്റ്റോറി, ടച്ചിങ് സ്റ്റോറി ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് മലബാർ ഫുഡ്സ് ആൻഡ് വീനസ്റ്റ്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മലബാർ ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് പപ്പടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പപ്പടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു 14 വർഷം കഴിഞ്ഞപ്പോൾ പപ്പടം, പുളി, കൊണ്ടാട്ടം അങ്ങനെ ഐറ്റംസുകളാണ് നമ്മൾ ലൈൻ സപ്ലൈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിലൂടെ ഒരു 4-5 ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വീനസിലേക്ക് മാറാൻ ഉദ്ദേശിച്ചത് നമ്മൾ മലബാർ ഫുഡ്സിന് ഇങ്ങനെ വിപുലമായ രീതിയിലേക്ക് നമ്മൾ മറ്റു ഡിസ്ട്രിക്റ്റിലേക്ക്, അതുപോലെ അതർ സ്റ്റേറ്റിലേക്ക്, അതർ കൺട്രീസിലേക്കൊക്കെ കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരിനൊരു പ്രശ്നമാണ്, ഒരു കോമൺ നെയിം അല്ലേ മലബാർ. അപ്പോൾ നമുക്കൊരു ട്രേഡ് മാർക്ക് ഇഷ്യൂ വന്നു. അപ്പോൾ ഒരു ഡിഫറൻറ്റ് പേര് വേണമെന്ന് നമ്മൾ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഇതൊരു ഗ്രീക്ക് വേർഡാണ് വീനസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്താണ്. അപ്പോൾ ആക്ച്വലി മലബാർ ഫുഡ്സും വീനസ്റ്റും സെയിം കമ്പനിയാണല്ലേ? സെയിം കമ്പനി, സെയിം ഫുഡ്സ് ആൻഡ് സെയിം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലം വന്നപ്പോഴാണ് നമ്മൾ ഈ പേരിലേക്ക് എന്തൊരു ചേഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി മലബാർ ഫുഡ്സിന്റെ എല്ലാ പ്രൊഡക്റ്റിന്റെ നെയിമും അങ്ങനെ വീനസ്റ്റ് ആക്കുമോ? വീനസ്റ്റിലാണ് ഇനി അറിയപ്പെടുക. ഓക്കെ. അപ്പോൾ മലബാർ ഫുഡ്സ് അല്ല, ഇനി വീനസ്റ്റ് എന്ന പേരിലാണ് ഇനി അറിയപ്പെടുക. അപ്പോൾ ഈ മലബാർ ഫുഡ്സിന്റെ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീനസ്റ്റിന്റെ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പം നിലവിൽ നമ്മൾ വീനസ്റ്റിൽ പപ്പടം തന്നെയാണ് നമ്മളെ മെയിൻ. നമ്മളെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പപ്പടത്തിലാണ്. പിന്നെ പുളിയുണ്ട്, പിന്നെ കൊണ്ടാട്ടം. ഇതൊക്കെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ, പാരമ്പര്യ രീതിയിൽ, എല്ലാം നമ്മൾ ഹൈ ക്വാളിറ്റി രീതിയിൽ മാത്രം ചെയ്യുന്ന പ്രൊഡക്റ്റ്, നമുക്ക് പൂർണ്ണമായിട്ടും അറിയുന്ന പ്രൊഡക്റ്റ് മാത്രം മതി നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ തീരുമാനം. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഫുഡ് പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. അതെ. ഇപ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പല രീതിയിൽ നമുക്ക് അറിയാം, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ മുളകൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പാരമ്പര്യ രീതി അറിയാമല്ലോ. നമ്മൾ തൈരിലൊക്കെ ഇട്ട് വീണ്ടും വെയിലത്തിട്ട് വീണ്ടും തൈരിലേക്ക് ഇട്ട് അങ്ങനെ ഒരു ട്രഡീഷണൽ മെത്തേഡിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീനസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ വീനസ്റ്റിൽ ഓഫ്ലൈൻ കാര്യങ്ങളെല്ലാം സാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് വീനസ്റ്റിൽ മാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ ഇത് കഴിച്ച് നമ്മുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് നമ്മളോട് വിളിക്കാറുണ്ട്. ഇത് അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് ഓൺലൈനായിട്ട് സപ്ലൈ ചെയ്യാനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്. ഓൺലൈൻ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മാം ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠനമാണോ മാം പൂർത്തിയാക്കിയത്? അല്ലല്ല, ഞാൻ അതുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് ഉപകാരപ്പെട്ടു. നമ്മുടെ കമ്പനിയിലെ ഫുഡ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈക്രോബയോളജിസം തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ടെല്ലാം നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലോ മൈക്രോബയോളജിസം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അതെ. ഫുഡ് ടെക്നോളജിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഷയമാണല്ലോ, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഓക്കെ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടച്ചിങ് ആൻഡ് ഇൻസ്പയറിംഗ് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം പലരും ഒരു സമ്പാദിക്കാൻ തോന്നുമ്പോൾ തീർച്ചയായിട്ടും അവർ പോകുന്ന ഒരു ജോബിലേക്കായിരിക്കും. പക്ഷേ സാർ എങ്ങനെയാണ് ഒരു ബിസിനസ്സിലേക്ക് എത്തിയത്? സാറിൻ്റെ ആ ഒരു പഠന കാലഘട്ടം അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഒരു 16 വയസ്സിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് കുട്ടിക്കാലം മുതലേ വീട്ടിലേക്ക് സമ്പാദ്യ പ്രശ്നവും കാര്യങ്ങളും, കർഷക കുടുംബമാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക പിരിമുറുക്കം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് അച്ഛനെങ്ങനെ സഹായിക്കണം. അച്ഛൻ എപ്പോഴും രാവിലെ ഒരു 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കഷ്ടപ്പാടാണ്, പണിയോട് പണി. നമ്മൾ കാണുമ്പോൾ എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴെപ്പോഴും എന്തായിരുന്നു അന്നൊക്കെ കൃഷി ചെയ്തിരുന്നത്? കൃഷി നെല്ല്, പൂള, അങ്ങനെ കപ്പയല്ലേ, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിലൊക്കെ കവുങ്ങും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയല്ലോ. അന്ന് നെല്ലും മറ്റുള്ള സാധനങ്ങളൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും പണിയും കാര്യങ്ങളായിട്ട് നമുക്ക് എപ്പോഴും അച്ഛനെ കാണുമ്പോൾ ആ ഒരു ടയേർഡായ രീതിയിലായിരിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്നുള്ള രീതി മാത്രമേ എൻ്റെ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എൻ്റെ ചിന്തയിൽ പോലും ഇല്ല. എനിക്ക് അച്ഛനെ എങ്ങനെയും കുറച്ച് സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് രീതി ചിന്തിച്ചിരുന്നു. അപ്പോൾ എൻ്റെ വയസ്സിൻ്റെ കൂടെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളും വലുതാവില്ല. അങ്ങനെ 16 വയസ്സിൽ നമ്മൾ ഫസ്റ്റ് ബോംബെയിലേക്ക് നാട് വിട്ട് പോകുന്ന ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ വലിയ സംഭവമായിട്ടാണല്ലോ വരിക. അങ്ങനത്തെ ചിന്തിച്ചിരിക്കുന്ന ടൈമാണ്. അപ്പോൾ കുറച്ച് പ്രായമാവുന്ന വരെ നമ്മൾ 16 വയസ്സിൽ നമ്മൾ പ്രീ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു തട്ടുകട ഉണ്ട് അവിടെ. കുറേ ആളുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒന്നും ക്ലിക്കായിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഫ്രീ ആണല്ലോ. അപ്പോൾ നമ്മളത് എടുത്തിട്ട് അത് ചെറിയ റെൻറ്റോ കൊടുത്തിട്ട് അത് എടുത്ത് നമ്മൾ ചെയ്ത് നോക്കി. എൻ്റെ ഫസ്റ്റത്തെ കാൽവെപ്പാണ്. അപ്പോൾ അത് 16 വയസ്സിൽ. പക്ഷേ വളരെ നല്ല രീതിയിൽ ക്ലിക്കായി. പല ആളുകളും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നു. കാരണം പല ആളുകളും ചെയ്തിട്ട് ശരിയായിട്ടില്ല, നല്ല രീതി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ആ തട്ടുകടയിൽ നിന്ന് പോലും എനിക്ക് നല്ലൊരു പണം എടുത്തിട്ട് അച്ഛന് സഹായിക്കാനൊക്കെ പറ്റിയത് നല്ലൊരു ആ സമയത്ത് എനിക്ക് നല്ലൊരു കാലഘട്ടത്തിലായിരുന്നു. അത് 2002 സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അന്ന് അങ്ങനെ സഹായിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു സമയത്ത്, നല്ല രീതിയിൽ മീൻസ് ആ സമയത്തിനനുസരിച്ച് നല്ല രീതിയിൽ പോകുമായിരുന്നു. നമ്മൾ സംതൃപ്തിയോട് പോകുന്ന സമയത്ത് 16 വയസ്സുകാരൻ അങ്ങനെ ആ സമയത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ സക്സസും കൂടെ ആവാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞില്ല ഈ സന്തോഷം. അപ്പോൾ അതിന് മുമ്പേ റോഡ് വികസനം വന്നതോടെ നമ്മളൊരു ചെറിയൊരു പെട്ടിക്കട എടുത്ത് മാറ്റി വിടുന്നു. അങ്ങനെ അത് അസ്തമിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് തട്ടുകട തുടങ്ങാൻ തോന്നിയില്ല? ഇല്ല, അവിടെ നമുക്ക് ഇതൊരു ഏരിയ ബേസ് ചെയ്തുള്ള കച്ചവടം അല്ലേ. പിന്നെ നമുക്ക് അപ്പോഴേക്കും നമുക്കങ്ങനെ വലിയ രീതിയിൽ ചെയ്യാനുള്ള, കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഫുള്ളായിട്ട് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വാടക റെൻറ്റും കൂടുതൽ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന സ്ഥലമാണ്. പല ആളുകളും നമ്മൾ സഹകരിച്ചിരുന്നു. അത്യാവശ്യം നല്ല കച്ചവടത്തിലേക്കൊക്കെ വന്നിരുന്നു. പിന്നെ വേറെ ഏരിയയിൽ ചെയ്താൽ ആ ഒരു ഇത് കിട്ടില്ല എന്ന് തോന്നി. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു തുണിയൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിന് കൊടുക്കുന്നൊരു സംഭവമൊക്കെ തുടങ്ങി. കുറച്ച് മാസം നമ്മളവിടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ മാക്സിമം സക്സസ്സിലേക്ക് എത്താറുണ്ട്. ചെറിയ പരിപാടിയാണെങ്കിലും ആ സമയത്ത് തന്നെ നമ്മൾ സക്സസ് ആക്കാറുണ്ട്. അത് ചെയ്ത് നമ്മളൊരു 5-6 മാസം ചെയ്തു. അതിന് ശേഷം നമ്മൾ അപ്പോഴേക്കാണ് ഒരു സിംഗർ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ടല്ലോ, ഒരു തയ്യൽ മെഷീൻ ഉണ്ട്. അതിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഒരു 5-6 മാസം അത് ചെയ്ത് അപ്പോഴേക്കൊരു 18 വയസ്സാവാറായി. അപ്പോൾ ഞാൻ നേരെ ബോംബെയിലേക്ക്, എൻ്റെ അളിയൻ അവിടെ ഒരു സൂപ്പർവൈസറാണ് ബോംബെ ഡാങ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അതിലങ്ങനെ എൻ്റെ വിചാരം ഈ സൂറത്തും ബോംബൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അന്നൊന്നും ഫോൺ സൗകര്യമില്ലല്ലോ, നമുക്ക് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിളിച്ച് പറയാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരെ സൂറത്തിലേക്ക്, എൻ്റെ ഒരു അയൽവാസി കയറിയ സമയത്ത് സൂറത്തിലേക്ക് അദ്ദേഹത്തെ ഇവരുടെ കൂടെ ഒരു വൈഫാണ് കയറിയത്, അങ്ങോട്ട് പോയിരുന്നു. ആ പ്രായത്തിലപ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ അമ്മച്ചനും നല്ല സപ്പോർട്ടായിരുന്നു? അന്ന് സപ്പോർട്ടായിരുന്നു. കാരണം വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ, പിന്നെ ഇവരുടെ കൂടെ പോവല്ലേ. അപ്പോൾ ഞാൻ വിളിച്ച് പറയാൻ പറ്റിയില്ല, അളിയനെ വിളിച്ച് പറയാൻ പറ്റിയില്ല, സമ്മതം ചോദിക്കാനൊന്നും പറ്റിയില്ല. അതിൽ ഞാൻ എൻ്റെ ഒരു വാശിപ്പുറത്ത് അങ്ങോട്ട് പോയി. യാത്ര പറയാനൊന്നും പറ്റിയില്ല, അങ്ങോട്ട് പോയി. എപ്പോഴും പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ സൂറത്തിലേക്ക് എത്തി. അവിടെ പ്ലാനിംഗ് ഒന്നുമില്ല, നമുക്ക് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അപ്പോൾ ചെയ്യണം. അതെൻ്റെ ഒരു കുറവും കൂടുതലുമാണ്. നേട്ടവും കോട്ടവും ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ അങ്ങനെ സൂറത്തിലേക്ക് എത്തി. പക്ഷേ സൂറത്തിലെത്തിയിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോഴേക്കും പിന്നെ അവിടുത്തെ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വിഷയമായി. അങ്ങനെ ഒരു 3 മാസമൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഹോട്ടൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ 3 മാസം പിടിച്ച് നിൽക്കണം. അങ്ങനെ ഒരു ഹോട്ടൽ പണിയും കൂടെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അളിയൻ വന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞിട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന സമയത്താണ് നമുക്ക് കാര്യം മനസ്സിലായത്. അവിടെ 20 വയസ്സാവാതെ ഈ കമ്പനീൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ കയറ്റില്ല. കാരണം ഒരു പ്ലാന്റ് അല്ലേ, അപ്പോൾ അതിലേക്ക് കയറ്റില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ അന്ന് കൊങ്കൺ റെയിൽവേ ഒന്നുമില്ല, ട്രെയിനൊന്നുമില്ല. അപ്പം ഒരു 2 മാസം വീണ്ടും അവിടെ ഇരുന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെ നേരെ ഏട്ടൻ ആർട്ടിസ്റ്റാണ് അന്ന് ആ സമയത്ത്, ഈ ജ്വല്ലറികളുടെയൊക്കെ പരസ്യം ചെയ്യുന്ന സംഭവം.
അപ്പോൾ അതിലങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഒരു വർഷത്തോളം കൊണ്ടുപോയി നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. അഡ്വർടൈസിങ് ഫീൽഡിലേക്കും കടന്നു അല്ലേ? കടന്നു. ഒരു 16ഓളം പരിപാടികൾ ചെയ്തിട്ടുണ്ട്, 16 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. അങ്ങനെ ഞാൻ അഡ്വർടൈസ്മെൻറ്റിലേക്ക് ചെന്നു. അങ്ങനെ ഒരു വർഷത്തോളം പോയി. അപ്പോഴേക്കും എൻ്റെ അലർജി ഭയങ്കരമായിട്ട് രൂക്ഷമായി. എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. എനിക്ക് പൊടിയും പെയിൻറ്റൊക്കെ പെയിൻ്റ് അലർജി എന്ന് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഓട്ടോറിക്ഷ എടുക്കാം, കാരണം എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ലല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുക്കാമെന്ന് എഴുതിയിട്ട് ഓട്ടോറിക്ഷ എടുത്തു. ഓട്ടോറിക്ഷ എടുത്ത് ഓടുന്ന സമയത്ത് നമുക്ക് അത്ര വലിയൊരു നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ഒരു ഇൻകം കൊടുക്കാവുന്ന രീതിയിലേക്കൊന്നും വലുതാക്കാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കർഷകരാണല്ലോ, കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്ക കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊന്ന് നമുക്ക് നല്ലൊരു ഇൻകം കിട്ടി. കാരണം നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കോവയ്ക്ക മാത്രം ഒരു ബിസിനസ് ലെവലിൽ തന്നെ ചെയ്തു. അത്യാവശ്യം നമുക്കൊരു ഓട്ടോറിക്ഷയിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ മാത്രം. അങ്ങനെ അവിടെ നിന്ന് ഒരു 12 ലിറ്റർ നമ്മൾ ടൗണിൽ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കോവയ്ക്കയുടെ കൃഷി ഒക്കെ കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ അതിൻ്റെ കായഫലങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞ സമയത്ത് വീണ്ടും നമ്മൾ പഴയ പോലത്തായപ്പോൾ വീണ്ടും നമ്മളെ സ്വപ്നത്തിലേക്ക് പോയി. നമ്മൾ വീണ്ടും ബോംബെയിലേക്ക് കയറി. അപ്പോഴേക്ക് 20 വയസ്സായി. അങ്ങനെ പോയി പൂനെയിലാണ് ഫസ്റ്റ് ജോബ് കിട്ടുന്നത്. സിപ്ല എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഫസ്റ്റ് ജോബ് കിട്ടുന്നത്. അവിടെ ഈ ഫാബ്രിക്കേഷൻ്റെ ഒരു ഹെൽപ്പറായിട്ട്, പൈപ്പ് ലൈൻ ഫാബ്രിക്കേഷൻ്റെ ഹെൽപ്പറായിട്ടാണ് കയറിയത്. എല്ലാം പെട്ടെന്ന് പഠിക്കണം, അല്ലെങ്കിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ 6 മാസം കൊണ്ട് ഞാൻ ഫാബ്രിക്കേറ്ററായി എന്നോട് നിയമിച്ചു. അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവിടുന്ന് അതിനേക്കാൾ നല്ലൊരു ജോബ് നമ്മൾ ബാംഗ്ലൂർ ശരിയായി. ഇതിനോട് ബന്ധപ്പെട്ട എൻ്റെ അച്ചാറിൻ്റെ കമ്പനിയായിരുന്നു, എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴേക്കും നമുക്ക് ഗൾഫിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വന്നു. സമ്പാദിക്കണ്ടേ? അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വീണ്ടും വന്ന് കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറേ ഇതിലൊക്കെ അന്വേഷിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 2 മാസം നിന്നപ്പോഴേക്കും നമുക്ക് ജോബൊക്കെ റെഡിയായി. മേക്കർ എന്ന് പറഞ്ഞ കമ്പനിക്ക് ദുബായിലേക്ക് കയറി. അപ്പോഴെൻ്റെ ഈ അലർജി സംഭവങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഗൾഫിലേക്ക് പോയി. ഞാനൊരു ഫാബ്രിക്കേറ്ററാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണത്. സാധാ നമ്മൾ ഈ പൈപ്പ് ലൈൻ്റെ ഒക്കെയാണ് മെഡിസിനിലൊക്കെ വരുന്നത്. അപ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലംബറായിട്ട് മാറി ആ കമ്പനിയിൽ. നമ്മൾ ഉദ്ദേശിച്ച ജോബല്ല അവിടെ കിട്ടിയത്. എന്നാലും നമ്മൾ ചെന്നതാണ്. നമ്മൾ അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെന്നത്. പിന്നെ വീട്ടിലേക്ക് നമുക്ക് അത്ര സാമ്പത്തിക ബാധ്യത കണ്ടുവരും. അപ്പോൾ അങ്ങനെ അവിടെ പോയി പ്ലംബിങ് കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു അക്കോമഡേഷൻ ടൈപ്പ് ബിൽഡിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എൻ്റെ ശരീരവുമായിട്ട് യോജിക്കുന്നില്ല ഒരു കണക്കിനും. അതിൽ 1 വർഷമൊക്കെ ഞാൻ മാക്സിമം പിടിച്ചിരുന്നു. കാരണം വന്നതല്ല, നമുക്ക് തിരിച്ചു പോകാൻ എന്തായാലും പറ്റില്ലല്ലോ. അതിൽ 1 വർഷം നിന്നപ്പോഴേക്കും നമ്മൾ ടയേർഡായി, ശാരീരികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ വന്നു. അതിൽ വീട്ടിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മുന്നേ പറയുന്നത്, കാരണം ഒരുപാട് ജോബ് ഞാൻ ചെയ്താണല്ലോ അതിന് മുമ്പേ ചെയ്തത്. അപ്പോൾ പൊതുവേ ഒരു സംസാരമാണ്. ഈവൻ എൻ്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണനാണ്. ഈ ബാലൻ്റെ മകൻ ഇങ്ങനെ ഓരോ പണികൾക്ക് ഒരു പണിയിൽ അവൻ നിലനിൽക്കില്ല, കുരുത്തം പിടിക്കില്ല. അദ്ദേഹത്തിന് ബാലൻ്റെ ഒക്കെ ഒരു കഷ്ടകാലം എന്തെങ്ങനത്തെ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മളത് മാക്സിമം ശ്രമിക്കേണ്ടത്. എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടത്. ഞാനത് അലസായിട്ടിരിക്കുന്ന പരിപാടി എനിക്കില്ല. ഏത് ജോബ് പരാജയപ്പെട്ടാലും അടുത്തേക്ക് നെക്സ്റ്റ് സമയത്ത് തന്നെ ഞാൻ അടുത്തേക്ക് എൻ്റർ ചെയ്യും. എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി. ഇതൊക്കെ ഇപ്പോൾ ഈ പച്ചക്കറി ചെയ്യുന്ന സമയത്ത് ഒരു 5 മണിക്ക് എണീച്ചിട്ട് വൈകുന്നേരം രാത്രി ഓട്ടോറിക്ഷ ഓടിയിട്ട് 12 മണിക്ക് വീട്ടിലേക്ക് വരാം. എന്നാലും 5 മണിക്ക് എണീച്ചിട്ട് നനയ്ക്കാനും പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും. അതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ 6 മാസം കൊണ്ട് അവിടെ ഇല്ലല്ല ബാധിക്കാറില്ല. ഞാനത് ഇപ്പോഴും അപ്പോഴും അതെ. തോൽവിയിൽ ഞാൻ അങ്ങനെ നിരാശപ്പെട്ട് വീട്ടിലിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. നാട്ടിലേക്ക് വരാനുള്ള കാരണം വീണ്ടും അലർജി ബുദ്ധിമുട്ട് വന്നു. മറ്റേ ഗൾഫിലെത്തിയിട്ട് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് അലർജി. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെ വന്നപ്പോൾ ഞാനൊരു ദിവസം റൂമിൽ റെസ്റ്റ് എടുത്തു. ആ കമ്പനി പറഞ്ഞാൽ ഒരു ദിവസം റൂം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കട്ട് ചെയ്യാം, സാലറി കട്ട് ചെയ്യും. പിന്നെ നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോയില്ല. റൂമിൽ അടച്ചുകൂട്ടി കിടന്നു. പിന്നെ 2-3 ദിവസം കിടന്നു. എന്തായാലും ടെർമിനേഷൻ ഉറപ്പായി. അതിൽ സുഹൃത്തുക്കൾ പറയുന്നതാണ്, ഒരുപാട് പേരുണ്ട്, ഒരു ചെറിയ റൂമാണ്, 10 പേരായിട്ട് ഞങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ദിവസം രാവിലെ പറയും പോര് അല്ലെങ്കിൽ കമ്പനി പിന്നെ കയറാൻ പറ്റില്ലെന്ന് പറയും. പക്ഷേ എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. അതിൽ 3 ദിവസം ശരീരം കൊണ്ടും വഹിക്കുന്നില്ല. കാരണം ശരീരം കൊണ്ട് വഹിക്കണം, നമുക്ക് എണീക്കാൻ വഹിക്കണ്ടേ. ഈ അലർജി കൂടിയിട്ട് തുമ്മലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രൂക്ഷാവസ്ഥ. അതിൽ ഞാൻ 4-ാമത്തെ ദിവസം എനിക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് വരാം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ ആളുകൾ ഇങ്ങനെ പറയല്ലേ, വീട്ടിലെ സാമ്പത്തിക അവസ്ഥയും പ്രശ്നമാണ്. പിന്നെ നമ്മളിങ്ങനെ പറയുന്ന ആളുകളുടെ ഇടയ്ക്കല്ല വരുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത്. അങ്ങനെ ഫസ്റ്റത്തെ എനിക്കൊരു ചോദിക്കാനുള്ള ചോദ്യം, തോൽവികളൊന്നും താങ്കളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനൊക്കെ ആ ഒരു വഴിക്ക് വിട്ടുകളെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം? അതെ, നമുക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്കങ്ങനെ തോന്നും. കാരണം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തോൽവി മറ്റുള്ളവർ അറിയുന്നത് എനിക്കിഷ്ടമല്ല.
ഞാൻ തോൽക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതാണ് തോൽക്കരുത്. പക്ഷേ എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് സാധിക്കുന്നില്ല. ഒരു കണക്കിലും നമുക്കത് എന്തെങ്കിലും പണിയെടുക്കാനുള്ള ശേഷി നമുക്ക് വേണം. പിന്നെ നാട്ടിലേക്ക് പോകണമെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ശരിയാവണം. എനിക്ക് സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, സാറിന്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമില്ലാന്ന് തോന്നുന്നു അല്ലേ, എല്ലാം ഉള്ളിൽ ഒതുക്കി അതിൽ നിന്നും മുന്നോട്ട് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് പരിഹാരം കാണാൻ സാധിക്കണം. ഇല്ല, പരിഹാരം കാണാത്തടത്തോളം കാലം അവരെയും കൂടെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് എന്ന് ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കാറ്. അങ്ങനെ ആ ഒരു പോയിന്റ് ആയിരിക്കാം ഇപ്പം ഇങ്ങനെ ഒരു സീറ്റിൽ വന്നിരുന്നിട്ട് ഈ ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കഥ മൊത്തം വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ അറിയിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടാനുള്ള കാരണം ആ ഒരു പോയിന്റ് ആയിരിക്കാം. അതെ ആയിരിക്കാം. നമ്മൾ അന്നൊക്കെ സീറോൻ്റെ താഴ്ത്ത് നിൽക്കുന്ന ആളാണ്, മൈനസിൽ നിൽക്കുന്ന ആളല്ല. ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അങ്ങനെ അവിടെ നമ്മൾ റൂമിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ചില ആളുകളൊക്കെ ലീവ് ഉണ്ടായിരിക്കും, ക്യാമ്പല്ലേ, കുറേ ആളുകൾ ലീവ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയെന്ന് പുതിയ മെത്തേഡൊക്കെ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ സംഭവമൊക്കെ റെഡിയാക്കിയ സമയത്ത് എന്തായാലും പിടിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അതെ, നിയോഗമായിരിക്കും. അതിലങ്ങനെ അത് പിടിക്കപ്പെട്ടു. ലാസ്റ്റ് കമ്പനി ടെർമിനേറ്റ് ചെയ്ത് 4 ദിവസം ലീവും പ്രശ്നങ്ങളും ഇതൊക്കെ പാടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ നാട്ടിലേക്ക് എത്തിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഞാൻ ആകെ ഡെസ്പായിരുന്നു. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ശാരീരികമായിട്ടും ആകെ അസ്വസ്ഥത. അവന് എവിടെ ചെന്നാലും കുരുത്തം പിടിക്കുന്നില്ല. പിന്നെ ഇങ്ങനത്തെ കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് ആകെ അസ്വസ്ഥനായിരുന്നു, ആകെ ഡെസ്പായി പോയി. അതിൽ ലീവിൽ വന്നല്ലേ, പെട്ടെന്ന് നമ്മൾ ലീവിൽ വന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയും പറഞ്ഞു എന്തായാലും കല്യാണം കഴിക്കുക, ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് എന്തായാലും സമയമായി, 28 വയസ്സ് ആവാനായിരുന്നു. അപ്പോൾ ഈ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ അങ്ങാടിപ്പുറത്തുനിന്ന് സരിക എന്ന് പറയുന്ന ആളെ ഗൾഫിൽ നിന്ന് വന്ന പുതുമോടിയിൽ അവൾ കല്യാണം കഴിച്ചു. പിന്നെ 6 മാസം കഴിഞ്ഞ് നേരെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് അന്ന് ഇവിടുത്തെ അവിടെ ഗൾഫിലുള്ള ആൾക്കാണ് അയച്ചു കൊടുത്തത്. നമ്മൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. നമ്മളെ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയച്ചു കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു ഇതിൽ നോ എൻട്രി അടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, പാസ്പോർട്ടിൽ നോ എൻട്രി, 1 വർഷം കഴിയാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ പെട്ടെന്ന് 1.5 വർഷത്തിൽ കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പോകുന്നതല്ലേ, അതുകൊണ്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ള 1 വർഷം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ കാരണം ഞാൻ കല്യാണവും മറ്റുള്ള സംഭവങ്ങളും നമ്മളതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഈ പ്രതീക്ഷയുമായിട്ടാണ്. ഗൾഫിൽ പോകുമ്പോൾ അതൊക്കെ വീട്ടാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അച്ഛനെയും മറ്റുള്ളവരെയൊന്നും വല്ല കഷ്ടപ്പെടുത്താതെ നമ്മൾ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചിലവൊക്കെ എടുത്ത് ഇതെല്ലാം കൂടെ തലേ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന കാര്യം അടയും ചെയ്തു. അപ്പോൾ പിന്നെ നേരെ നമ്മൾ അന്ന് ഈ ഫോണിൻ്റെ സൗകര്യങ്ങളൊന്നും അന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നെറ്റൊന്നുമില്ല ഗൾഫിൽ. അന്ന് ഈ കോൺഫറൻസ് ഫോണൊക്കെ നല്ല ഫേമസ് ആയി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വിളിക്കും. നമ്മൾ ഒരാൾ ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യാഷും, കണക്ട് ചെയ്ത് വിളിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കുന്ന സംഭവം തുടങ്ങി. അങ്ങനെ തുടങ്ങി അത് നല്ല നിലയ്ക്ക് ക്ലിക്കായി. ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ നെറ്റൊക്കെ സജീവമായി അതിന് തിരശ്ശീല വീണു. അതും പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ സിറ്റുവേഷൻസ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മൾ നേരെ TLC എന്ന് പറഞ്ഞ ഒരു ട്രേഡ് മാർക്കിംഗ് ഉണ്ട്, നെറ്റ്വർക്കിംഗ്, അതിലേക്ക് കയറി. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പോളിസിയാണ് അതിൻ്റെ പ്രൊഡക്റ്റ്. അത് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നെറ്റ്വർക്കിങ്ങിലേക്ക് എടുക്കുക, ആളുകൾ ഇങ്ങനെ ചെയിനായി കൊണ്ടുപോകുക. നല്ല കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കത് ഒരുപാട് പേരെ അതിൽ ചേർത്തു, കാര്യങ്ങൾ നല്ല നിലയ്ക്ക് പോകുമായിരുന്നു. പക്ഷേ പിന്നെയാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി കുറവിനെക്കുറിച്ച് ഞാനും നാട്ടുകാരും എന്നെ കൂടിയ ആളുകളൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അതോടുകൂടി വളരെ മോശപ്പെട്ടൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിരുന്നു അത്. അതുകൊണ്ട് അതും അടിപ്പെട്ടു പോയി. അങ്ങനെ പിന്നെ നമുക്ക് അപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി വരും. ഓരോ സംഭവം കഴിയുമ്പോഴും ഇതിൻ്റെ കുറച്ച് ക്യാഷൊക്കെ ഞാൻ കൊടുക്കേണ്ടി വന്നു. ഇങ്ങനത്തെ ഈ പോളിസി കൂടിയ ആളുകളുടെയൊക്കെ ചില ആളുകളൊക്കെ നമ്മൾ കരുതി കൂട്ടി ചെയ്താണെന്നുള്ള കാഴ്ചപ്പാടിലൊക്കെ കുറേ ക്യാഷ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു, തെറ്റിദ്ധരിക്കപ്പെട്ടു. അങ്ങനെ ക്യാഷ് തിരിച്ചു കൊടുത്താൽ ഇതൊക്കെ ബാധ്യതേൻ്റെ മുകളിൽ ബാധ്യത കയറിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നമുക്ക് അപ്പോഴേക്കും പലിശ വരാൻ തുടങ്ങി. നമ്മൾ പലിശയൊക്കെ എടുത്തു കൊടുത്തു. കാരണം ഒരാളുടെ പൈസ കൊടുക്കണം, നമുക്ക് വേറെ പെട്ടെന്ന് ആൾക്കാർ ചോദിച്ചാൽ തരില്ല. ആ പലിശയൊക്കെ എടുത്തു കൊടുക്കും. ഈ പലിശ കൊടുക്കണമെങ്കിൽ നമുക്ക് ആകെ പെട്ടു തുടങ്ങി. അപ്പോൾ വീട്ടിലേക്കൊക്കെ അന്വേഷണം ചെയ്യുന്ന ആകെ പ്രശ്നമാണ്. അച്ഛനൊന്നും അങ്ങനത്തെ ടൈപ്പേ അല്ല, അങ്ങനത്തെ ഒരു ഉള്ള പൈസയും കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ്, കൃഷിക്കാരല്ലേ. അതിൽ ഞാൻ നേരെ KCBയിൽ ജ്യേഷ്ഠൻ KCB കയറിയപ്പോഴേക്കും ഈ ആർട്ടിസ്റ്റ് പറഞ്ഞ ജ്യേഷ്ഠൻ KCB ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ KCBയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ടച്ചിങ്ങിൻ്റെ വർക്കുണ്ട്. നമ്മൾ ഈ ലൈനിലേക്കൊക്കെ വരുന്ന മരങ്ങളുടെ ചില്ലകളൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടി. അത് ആർക്ക് ചെയ്താലും മുതലാവില്ല. കാരണം ഈ പോസ്റ്റിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർമാർ ഒഴിവാക്കുന്ന പണിയാണ്. കാരണം അവർക്ക് കഷ്ടപ്പാട് കൂടുതലും സാമ്പത്തികം കുറവാണ്. അതുകൊണ്ട് റിസ്ക്കാണ്. പക്ഷേ എനിക്ക് വേറെ നിവൃത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ 2-3 ജോലിക്കാരെ കൂട്ടിയിട്ട് അതിലേക്ക് വലിയ തോട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇറങ്ങി
അപ്പോൾ ഇവിടെ പുറത്തൊരാളുണ്ട് കേട്ടോ, കാരണം നമ്മൾ വലിയ സ്വപ്നങ്ങളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ്. കാരണം അവളോട് നമ്മൾ അവരെ വീട്ടുകാരോടും അവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഗൾഫിലേക്ക് പോകും, വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നത്. ഞാൻ രാവിലെ 6 മണിക്ക് നേരെ, അന്ന് കർക്കിടക മാസമാണ്, മഴ നല്ല കോരിച്ചിരുന്ന സമയം. ആ സമയം എന്തുകൊണ്ടാണ് ഗൾഫിലേക്ക് തിരിച്ചു പോകാത്തെന്നുള്ള കാര്യങ്ങളൊന്നും കുടുംബത്തിന് അറിയിച്ചു. അവിടെ പറഞ്ഞു, കാരണം അത് ഇങ്ങനത്തെ ഒരു നിവൃത്തികേട് കൊണ്ട്, കാരണം നോയിൻട്രി അടിച്ചല്ലോ, പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഞാൻ മഴയത്തേക്ക് ഇറങ്ങും രാവിലെ, സംഭവം ഒരു 6-6:30 മഴയത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ആഞ്ഞ് വെട്ടും. നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ഒരു 7 മണി ഇരുട്ടാവുന്ന സമയത്ത് കയറി വരും. അങ്ങനെ ചെയ്ത് പലിശയ്ക്കുള്ള പൈസ ഒപ്പിച്ചു കൊടുത്തു. പക്ഷെ അപ്പോഴൊന്നും ഇവർക്ക് അറിയില്ല എൻ്റെ അവസ്ഥ, എൻ്റെ വൈഫിന് പോലോ എൻ്റെ അമ്മയ്ക്കോ ആർക്കും അറിയില്ല ഇതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരാതെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ചെയ്തൊരു 6 മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സമയം കഴിയും. കാരണം ഇത് ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത പഞ്ചായത്ത് സീസണാണ്. ആ സീസൺ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും വെട്ടി കഴിയും അത്. അങ്ങനെ അത് വെട്ടിക്കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും വീണ്ടും ബാധ്യതയായി. നമ്മൾ പലിശ മാത്രമേ കൊടുക്കണുള്ളൂ, നമ്മൾ പണം അവിടെ കിടക്കല്ലേ. എനിക്ക് ചെറിയ ചെറിയ ജോബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലിശേൻ്റെ താഴത്തെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ വീണ്ടും കടത്തിലേക്ക് ചെല്ലും. അപ്പോൾ ഞാനൊരു എളുപ്പപ്പണി കണ്ടു. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്കും വന്നു. അങ്ങനെ അതിലേക്ക് നമ്മൾ നാട്ടുകാരുടെയൊക്കെ പൈസ മേടിച്ചിട്ട് കുറേ ആളുകൾ, എൻ്റെ റിലേറ്റീവ്സിൻ്റെ, എനിക്ക് അറിയുന്ന ആളുകളിൽ നിന്നൊക്കെ പൈസ കളക്ട് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത് നിക്ഷേപിക്കുന്നേ കാണുള്ളൂ. അതിങ്ങനെ കൊഴിഞ്ഞു പോയി 6 മാസമായപ്പോഴേക്കും ഫുള്ളായിട്ട് ഏകദേശം വലിയൊരു കടബാധ്യതയിലേക്ക് എത്തി. ഫുള്ള് പോയി, ഇട്ട പൈസ ഫുള്ള് പോയി പറഞ്ഞാൽ അതിനോ കുറച്ച് പോകുമ്പോഴേക്കും നമ്മൾ അതിനെ ഓർക്കം ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് മേടിക്കും, അതും പോവും. അതിനെ ഫോളോ ലെവലാക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കും. പിന്നെ നമുക്ക് ഇന്ന് ഇറങ്ങിപ്പോകാനും പറ്റില്ല, കാരണം നമുക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ ഇവന് ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ കടം ബാധ്യതയുള്ളതൊന്നും. അങ്ങനെ അതൊന്നും ലാസ്റ്റ് നിർത്തേണ്ടി വന്നു. നിർത്തിയപ്പോൾ വീണ്ടും ഞാൻ ഒരു പണിയില്ലാത്ത രീതിയിലായപ്പോൾ നേരെ ഒരു ഡാറ്റ എൻട്രീൻ്റെ ഷെയർ മാർക്കറ്റിൽ സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടിയിട്ട് ഡാറ്റ എൻട്രിയുടെ, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കുറച്ച് അറിയാം. കോഴിക്കോട് വെച്ചിട്ട് ഡാറ്റ എൻട്രിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അതൊരു 5-6 മാസമായപ്പോഴേക്കും അത് ഫസ്റ്റൊക്കെ ഫണ്ട് കറക്റ്റായിരുന്നു, പല രാജ്യങ്ങളുടെയും ചെയ്തിരുന്നു, ഫണ്ടൊക്കെ കറക്റ്റായിരുന്നു. ലാസ്റ്റ് ഒരു 2 ഫണ്ട് പാസ്സായില്ല, വലിയ ഹ്യൂജ് ഫണ്ടായിരുന്നു, അത് പാസ്സായില്ല, അതും ഫ്ലോപ്പായി. അപ്പോൾ അത് ഫ്ലോപ്പായിട്ടാണ് നമ്മൾ ട്വിസ്റ്റിലേക്ക് വരുന്നത്. ആ ട്വിസ്റ്റിന് മുമ്പ് നമുക്ക് ഈ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈഫിൻ്റെ അനിയത്തിക്ക് ഒരു കല്യാണം ശരിയായി എടപ്പാൾ ഭാഗത്തുനിന്ന്. അപ്പോൾ ശരിയായ സമയത്ത് നമ്മൾ സാധാരണ ചെക്കൻ്റെ വീട് കാണാൻ പോകുമല്ലോ, ഏത് തരത്തിലാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ പോകും. അവർക്ക് നമ്മളെ വീടും കാര്യങ്ങളും കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പോയ സമയത്ത് നമ്മളൊരു മീഡിയം വീടൊക്കെ പ്രതീക്ഷ, പക്ഷേ വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട്, നല്ല കാറ്, വലിയ സെറ്റപ്പിലുള്ള വീട്. അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അറിയാതെ നടക്കില്ല എന്നുള്ളത്. എന്നാലും കയറിയിട്ട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവർക്ക് പപ്പടത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചിന്താഗതിനെ മാറി. കാരണം എനിക്ക് അത്രയും കാലം ഈ പപ്പടം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ചാച്ചട്ടി സ്ഥലത്ത് വളരെ ഒരു കുലത്തൊഴിലായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് മനസ്സിലായിരുന്നത്. അതിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിലൊരു വ്യവസായം, ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. എനിക്ക് ചെക്കൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ അച്ഛനോട് കല്യാണമൊക്കെ പോയി, അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റൊരു ചോദിക്കുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ഇവരോട് ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു, എങ്ങനെ പപ്പടത്തേക്ക് വന്നത്, എന്താണ് പപ്പടത്തിൻ്റെ കൂട്ട്, എന്താണ് സംഭവങ്ങൾ. അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അവർ അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതെന്തായാലും നടക്കില്ല എനിക്ക് ഉറപ്പാണ്. കാരണം അത് അങ്ങനത്തെ രീതിയിലാണ് രണ്ടും ഉള്ളത്. ഞങ്ങളൊരു മീഡിയം ഫാമിലിയാണ് അന്ന്, അവർ ഹൈ ഫാമിലിയാണ്. പിന്നെ നമുക്ക് അവർ ഓക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറ്റില്ല, ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനി കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചവരോട്. അപ്പോൾ കമ്പനിയെ കാണിച്ചു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊന്ന് നേരെ നമ്മൾ വീണ്ടും ഡാറ്റ എൻട്രിക്കാണ്. ഞാൻ പറഞ്ഞത് 2 മാസം മുമ്പാണത്. ഡാറ്റ എൻട്രി കുഴപ്പമില്ല, അങ്ങനെ നടക്കുമായിരുന്നു. അതിൽ വീണ്ടും കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഡാറ്റ എൻട്രി പൊട്ടി. ആ പൊട്ടിയ സമയത്ത് ഞങ്ങളിങ്ങനെ ഫീലിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, തലയ്ക്ക് മീതെ കടങ്ങളുടെ പെരുമഴയാണ്. നാട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല. നമ്മൾ ഒന്നുമല്ലാതെ അവിടെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീട്ടിലേക്ക് വരും, ആകെ പ്രശ്നമാവും. അതിലിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന്, അദ്ദേഹത്തിനും അതേപോലത്തെ ഏകദേശം ആ ഒരു റേഞ്ച് അവസ്ഥ തന്നെയാണ്. രണ്ടാളും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ നമുക്ക്, ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ കളിയാക്കരുത്, കാരണം അവർ അന്നത്തെ മൈൻഡ് വേറൊരു ഇതാണ്. എല്ലാവരും നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ പപ്പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടിയാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമുക്കൊരു മോശപ്പെട്ടതല്ല, ഒരു ഫുഡായിട്ടാണ്, പക്ഷേ ഒരു കുറഞ്ഞതാവുന്ന അദ്ദേഹം കരുതുന്നു ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പറഞ്ഞു കളിയാക്കും ചെയ്യരുത്, ഞാൻ പരിപാടി പറയാം. അങ്ങനത്തെ ഞാൻ അങ്ങനെ വൈഫിൻ്റെ അനിയത്തിക്ക് കല്യാണം ശരിയാക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു പപ്പടത്തിൻ്റെ പരിപാടി ഉണ്ടോ, വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കാമെന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു അതിനെന്താ പ്രവീണ, നമുക്ക് നോക്കി നോക്കാം, അതിനെന്താ പ്രശ്നം, നമുക്ക് നോക്കി നോക്കാറുണ്ട്. അത് എൻ്റെ മരുമകനുണ്ടായിരുന്നു, പെങ്ങളെ കുട്ടി ജിജി എന്നിട്ട്, ഇത് അനുവർക്കാരനാളായിരുന്നു.
അതിൽ അവർ രണ്ടുപേരും കൂടെ നേരെ കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ ഒരു സുഹൃത്തുണ്ട്. അവിടെ നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ നോക്കി. സിമിൽ എന്ന് പറഞ്ഞ ആളുണ്ട് ഇവിടെ, പിറവത്ത്. അദ്ദേഹത്തിൻ്റെ കമ്പനി പോയിട്ട് ഇതൊക്കെ എടുത്തു, മെഷീനൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്ന് ഒരു റെൻറ്റിനായിരുന്നു അന്ന് ബിൽഡിങ്. നമ്മൾ ബിൽഡിങ്ങൊക്കെ എടുത്തിട്ട് വീടിൻ്റെ അടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. ഇവർ കോഴിക്കോടാണ് എൻ്റെ പാർട്ട്ണറിൽ. എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്പനി റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എല്ലായിടത്തുനിന്ന് മുഴുവൻ കടം മേടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇനി വേറൊരു സംഭവം ബാക്കിയില്ല. അതിൽ തുടങ്ങി ഒരു ഫസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ. 2 മാസം കഴിയുമ്പോഴേക്കും ആകെ പ്രശ്നം വരാൻ തുടങ്ങി. കാരണം നമ്മളെ മിക്സും കാര്യങ്ങളൊന്നും ശരിയല്ല. കാരണം ഈ മാവും നമുക്കറിയില്ലല്ലോ, ഫീൽഡൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. പിന്നെ അവിടെ എടുക്കുന്ന പണിക്കാരെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ മൊത്തം പ്രശ്നമായിട്ട് ക്വാളിറ്റി സാധനം അങ്ങോട്ട് പോയ സാധനം തിരിച്ചിങ്ങനെ വരാൻ തുടങ്ങി. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിപണിക്ക്, ഒരു പുതിയ വിപണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഒരു പുറത്തേക്ക് മറ്റുള്ള പുതിയ ആളുകൾ വരുമ്പോൾ തള്ളാൻ ടെൻഡൻസി ഉണ്ടാവും. അത് ഈ ഫീൽഡല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. അതും ഇത് ക്വാളിറ്റി പ്രശ്നവും ഈ തള്ളലൊക്കെ പാടെയപ്പോൾ എൻ്റെ പപ്പടം അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാരണങ്ങൾ ക്വാളിറ്റി പ്രശ്നമായിരുന്നു ഒന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എൻട്രി ചെയ്ത ടൈമല്ല, നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. രണ്ടാമത് നമ്മളെ ഈ പപ്പടം മറ്റുള്ള ആളുകൾ നമുക്ക് ചിലവഴിക്കാൻ ഇതുണ്ടാക്കില്ല. അവർ നമ്മളെ പപ്പടത്തിന് മുകളിൽ വേറെ അവരുടെ പപ്പടം കയറ്റി വെച്ചിട്ടൊക്കെ എക്സ്പയറി ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അങ്ങനെ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉണ്ട്, ഇതിലും നല്ല എല്ലാത്തിലും ഉണ്ട്. നമുക്ക് ആ ഒരു സംഭവം ഉള്ളതാണ്, ആ ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയ സമയം ഒരു 6 മാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡെയിലി ഒരു 5000 രൂപ ലോസ് വരാൻ തുടങ്ങി. ഡെയിലി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ സോഴ്സ് മുഴുവൻ കഴിയുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു പൈസ തരാനുള്ള വകുപ്പില്ല, കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്യാപ്പും അടഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത്. ആ രീതിയിലൊക്കെ ആയിട്ട് 5000-6000 രൂപ ആയ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, പ്രവീണ എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ നിർത്തുകയാണ്, എന്നെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എനിക്ക് ഒരുപാട് വീട്ടിൽ കടം പ്രശ്നമാണ്, എൻ്റെ പൈസ തിരിച്ചു വേണം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചു വേണം എന്നാണ്. അവിടെ വീണ്ടും, കാരണം എനിക്ക് കൂലി കൊടുക്കാൻ പോലും പൈസ അല്ല. ഞാൻ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കൂലി കൊടുക്കുന്നത്. എന്തായാലും അപ്പോൾ ഒന്നാമത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നമുക്കൊരു കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നും അല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കിട്ടാവുന്നതിൻ്റെ അപ്പുറത്ത് പലിശയ്ക്ക് അതും ഇതൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ പൈസ, ഒരു പൈസ കുറയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തു. കുറച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പിറ്റേ ദിവസമൊക്കെ വീട്ടിൽ പോയിരിക്കുകയാണ്. കാരണം എൻ്റെ എല്ലാ സംഭവം അടഞ്ഞു. ഈ പപ്പടത്തിലും കഴിഞ്ഞു. കാരണം പപ്പടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ഇനി എവിടെ നിന്ന് പൈസ മേടിക്കാറില്ല. മാവിന് പോലും നമുക്ക് ഇതിനും ഇൻഗ്രീഡിയൻസ് മേടിക്കാനൊക്കെ പൈസ വേണം, മാവും കാര്യങ്ങളും മേടിക്കണം. കമ്പനി ഉണ്ടായിരുന്നു, കമ്പനി അങ്ങനെ ഉണ്ടാവും. കാരണം നമ്മൾ കമ്പനി ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്രതിസന്ധി എനിക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലേ പറയാറില്ല, പിന്നെ കമ്പനിയിൽ പറയില്ലെന്ന് ഉറപ്പല്ലേ. അവിടെ നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഉള്ളത്തെ കാര്യങ്ങൾ നമുക്കറിയാലോ, അത് എങ്ങടെ പോകണം നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും അത് മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി. കാരണം അവസാനത്തെ ഒരു വഴിയാണ്. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വകുപ്പ് നോക്കാനുള്ള സംഭവം എന്തായാലും എൻ്റെ കയ്യിലില്ല. അതിൽ ഞാൻ വീട്ടിൽ പിറ്റേ ദിവസം ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ അന്ന് ഫാമിലിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. വൈഫും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയിരുന്ന സമയമാണ്. അതിൽ ഞാൻ അവിടെ എനിക്ക് ടെൻഷൻ സഹിക്കാനായിട്ട് ഞാൻ എനിക്ക് ഷവറിൻ്റെ വീട്ടിലൊക്കെ 5 മിനിറ്റ് നിന്ന് അപ്പോൾ ജലദോഷം പനി പിടിക്കുന്ന ടൈപ്പാണ് ഞാനൊരു 4-5 മണിക്കൂർ അതിൻ്റെ ചുവട്ടിലൂടെ ഇരുന്നു, ടെൻഷൻ കുറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അപ്പോൾ ആകെ കണ്ണൊക്കെ ചുവന്ന് ഇതായിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് ഒരു പാടുണ്ട് ഞങ്ങൾ തൊട്ടമ്പത് വയൽ, അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആകെ വിഷമിച്ചിട്ട് നമുക്ക് ആരോടും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്കൊന്നും അറിയില്ല, അമ്മയ്ക്കും വൈഫിനും ആർക്കും അറിയില്ലല്ലോ, നമുക്കത് പറയാനും പറ്റുന്നില്ല. അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രാപ്തിയില്ല. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഉള്ള വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആണ് ഇതാക്കും. കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രശ്നത്തേക്കാളും വലിയ പ്രശ്നം അതായിരിക്കും. ഞാൻ അതിനായിരിക്കും പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുക. അപ്പോൾ പറയാൻ പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാവും. അങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു, ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൽ കുറേ സമയം 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാക്കിൽ വന്നിട്ട് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട്. അതിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയാണ്. അതിലാകെ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാനൊരു 5 മിനിറ്റ് അമ്മേനെ കെട്ടിപ്പിടിച്ചാൽ കരഞ്ഞു. അതിൽ കരഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്, അമ്മേനോട് ചോദിച്ചത് എന്താ എൻ്റെ പ്രശ്നം, എന്താണ് വിഷയം. അമ്മ അത്ഭുതപ്പെട്ടു പോയി. സത്യത്തിൽ ഇത്രത്തോളം ഞാൻ കരയണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ, അത് വെറുതെ എന്തായാലും കരയില്ലല്ലോ. എന്താണ് പ്രശ്നം എന്ന് വെച്ചു. അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു. ഫസ്റ്റ് മുതലുള്ള ഉണ്ടായ സംഭവങ്ങളും എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല അമ്മ, ഞാൻ എന്താ ഈ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ, നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന പറഞ്ഞ്
അതിൽ അമ്മ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മ പറഞ്ഞത്. ഞാൻ അമ്മേനോടൊക്കെ പറയുമ്പോൾ അമ്മയും വീണ്ടും എന്നോടൊപ്പം കൂടി കെട്ടിപ്പിടിച്ച് കരയുന്ന ഞാൻ കരുതിയത്. പക്ഷേ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഒരു വീടുണ്ട്, അത്യാവശ്യം അന്ന് സ്ഥലം ഒരു ഏക്കറോളം സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് വിറ്റാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കടത്തിൻ്റെ ഒപ്പം എത്തൂല, പക്ഷേ എന്നാലും നമുക്ക് തൽക്കാലം പിടിച്ച് നിൽക്കാൻ പറ്റും. അത് നമുക്ക് വിൽക്കാം, വിറ്റിട്ട് നമുക്ക് എത്രയോ ആളുകൾ വാടകയ്ക്ക് താമസിക്കില്ല, ഹാപ്പി ആയിട്ട് താമസിക്കില്ല, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ പോയിട്ട് താമസിക്കാം. ഞങ്ങൾ 2 ആൺകുട്ടികളല്ലേ, ഇനിയും പണിയെടുത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാമല്ലോ, അതൊന്നും കുഴപ്പമില്ല, ഈ ധൈര്യമായിട്ടൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, പൈസനെ കുറിച്ച് ആലോചിക്കേണ്ട. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് നല്ല പച്ചപിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയൊക്കെ അതിന് വരേക്കുള്ള ഗോൾഡോ കാര്യങ്ങളോ, എൻ്റെ ഗോൾഡ് വേണമെങ്കിൽ അതും തരാം, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ഈ 16 വയസ്സ് തൊട്ട് അമ്മ കാണുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും എപ്പോഴും എല്ലായ്പ്പോഴും അധ്വാനിച്ച് സമ്പാദിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു മകനാണെന്ന് കാണുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അമ്മ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതിൽ എനിക്ക് വലിയ എനർജി ആയത്. കാരണം നമുക്ക് ഞാനാകെ ഭൂമിക്ക് പോയല്ല ആ രീതിയിൽ നിൽക്കുക, അത്രയും അടിപതറി നിൽക്കുന്ന സമയത്ത് ഈ കിട്ടിയ വാക്കുകൾ വലിയ ഊർജ്ജം. എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സത്യത്തിൽ. ചിലപ്പോൾ പറയും അത് സമാധാനിക്കുക, നമുക്കത് കുഴപ്പമില്ല അങ്ങനെ പറയും. പക്ഷെ ഒരു സൊല്യൂഷൻ തരുന്ന ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അത് ഭയങ്കര എനർജിയാണ്. വലിയ എനർജി. കാരണം എൻ്റെ ജീവിതത്തിലെ ലൈഫിലത്തെ ഒരു ട്വിസ്റ്റാണത്, ലൈഫിൻ്റെ ഒരു ട്വിസ്റ്റായിട്ട് മാറിയ. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല, പക്ഷേ ആ ഒരു വാക്കുകൾ വലിയൊരു കാര്യമായി. ഞാൻ ടച്ചിങ് സ്റ്റോറി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ഒരു ഇപ്പോഴും സാറിന് ഓർത്തെടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റ് നമുക്കും അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം കടക്കാരും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കുകയാണല്ലോ, അവരൊക്കെ പിറ്റേ ദിവസം മുതൽ ആ പ്രശ്നം ചോദിക്കുന്നത് എനിക്കറിയാം. പക്ഷേ നമ്മളെ മനസ്സിൽ അതൊക്കെ മാറി, അതൊക്കെ എനിക്ക് അതിജീവിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻറ്റ് വന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ ഒന്നും കൂടെ എനർജറ്റിക്കായിട്ട് നമ്മളെ വ്യവസായത്തേക്ക് ഇറങ്ങി. എന്തുകൊണ്ടോ അറിയില്ല, നമ്മളെ 5000 6000 ലോസ് ഉള്ള സമയത്ത് 4000 ആയി. ഒരു മാസം കഴിയുമ്പോൾ 4000 ആയി, പിന്നെ 3000 ആയി, 2000 ആയി, 1000 ആയി, ടാലിയായി. നമ്മൾ ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയായി. അപ്പോഴേക്കൊക്കെ ഒരു 1-2 കൊല്ലമായിട്ടുണ്ട് കേട്ടോ തുടങ്ങിയിട്ട്. ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരികയാണ്. അപ്പോഴേക്കൊക്കെ പൈസ കഴിഞ്ഞ് വൈഫിൻ്റെ ഗോൾഡൊക്കെ നമ്മൾ പണയം വെച്ചിരുന്നു ആദ്യം. ആ പണയമൊക്കെ എടുത്തിട്ട് വിൽക്കുമ്പോൾ കുറച്ച് പൈസ അധികം കിട്ടും. പണയം വെച്ചുമ്പോൾ കുറച്ച് കിട്ടുന്ന പൈസേനേക്കാളും കുറച്ച് വിൽക്കുമ്പോൾ പൈസ കിട്ടും. അങ്ങനെ അടക്കം ഇട്ടിട്ട് ഒരു സാധനം ഇല്ലാത്ത അവസ്ഥയിൽ ഗോൾഡൊക്കെ ഇട്ടിട്ട് നടക്കുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ അങ്ങനെയായിട്ട് പിന്നെ നമ്മൾ ഒരു 2 വർഷമൊക്കെ ആകുമ്പോൾ ടാലിയായി. പിന്നെ കുറച്ച് 500 രൂപ 1000 രൂപയായിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് ആയി തുടങ്ങി. അതുവരെ ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ അന്ന് ഒരു ദിവസം പോലും നമ്മൾ ജോലിക്കാരുടെ പൈസ കൊടുക്കാതിരുന്നിട്ടില്ല. അന്ന് എനിക്ക് 5-8 ജോലിക്കാരൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് കൊടുക്കും. അന്നും ഇന്നും എന്നും നമ്മൾ ജോലിക്കാരുടെ പൈസ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും. അതിൻ്റെ ഒരു പ്രാർത്ഥന ആയിരിക്കാം ചിലപ്പോൾ, അത് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ജോലിക്കാരുടെയും സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. അന്ന് ജോലി ചെയ്ത ആളുകൾ ഇപ്പോഴും നമ്മൾ കമ്പനിയുടെ കൂടെ ഹാപ്പി ആയിട്ട്. കൂടാതെ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അവിടെ ഒന്നും പതറാതെ കൂടെ നിന്നിട്ടുള്ള സഹധർമ്മിണിയായാലും തീർച്ചയായിട്ടും അതും ഒരു വലിയ എനർജിയാണല്ലേ. ഇങ്ങനത്തെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നും ആരോടും പറയുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ അവസാനം അമ്മയോട് പറയുന്നു, പൊട്ടിക്കറിയുന്നു. അപ്പോഴായിരിക്കും തീർച്ചയായിട്ടും മാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ അറിഞ്ഞപ്പോൾ മാമിന് എന്താണ് ശരിക്കും പറഞ്ഞാൽ തോന്നിയത്? ഇവിടെ വെച്ച് അവസാനിക്കുന്നതാണോ അതോ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു തോന്നൽ ആ സമയത്ത് ഉണ്ടായിരുന്നോ? പക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവര് താങ്ങി നടക്കുന്നുണ്ട്, ഇത്രയും വിഷമങ്ങൾ ഉള്ളിലുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്നോട് പോലും ഷെയർ ചെയ്യാൻ അവർക്ക് തോന്നിയില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സങ്കടം തോന്നിയിരുന്നു. പിന്നെ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തരണം ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം പല ജോലികൾ ചെയ്യുന്നത് ഞാനും കണ്ടതാണല്ലോ. അപ്പോൾ എന്തും ചെയ്യാനുള്ളൊരു മനസ്സ് മൂപ്പർക്ക് ഉണ്ട്, അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിന്റെ കൂടെ എത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ടൈം കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. എങ്കിലും അമ്മയും കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടും എല്ലാം കൂടി ആയിട്ട് ഇപ്പോൾ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഒരുപാട് ബിസിനസ് ആളുകൾ നമ്മളോട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും വെറൈറ്റി ജോബുകളിലൂടെ പോയിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജോബ് ചെയ്യുമ്പോൾ വിജയിക്കാതെ ആകുമ്പോൾ പലരും വിചാരിക്കും ഇതോടുകൂടി തീരും, ഇതോടുകൂടി അവസാനിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ സാറിനെ പോലുള്ള സംബന്ധിച്ചിട്ട് ഓരോന്നിനും വിജയിക്കാതിരിക്കാൻ കാരണമുണ്ട്, ഒന്നിലേക്ക് എത്താനായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ വീനസ് എന്നൊരു കമ്പനിയിലേക്ക് വന്നപ്പോൾ എത്രത്തോളം വിജയമാണ് സാർ ഇതിൽ മുന്നിൽ കണ്ടത്? ഇതിലേക്ക് മാറേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. കാരണം നമുക്ക് ഈ മലബാർ ഫുഡ്സ് ഇങ്ങനെ വ്യാപകമായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും മാറ്റണമെങ്കിൽ, അതുപോലെ അതർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അതർ കൺട്രിക്ക് കൊണ്ടുപോകണമെങ്കിലൊക്കെ ട്രേഡ് മാർക്ക് എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം നമുക്ക് പേര് മലബാർ എന്നൊരു കോമൺ നെയിം അല്ലേ, നമുക്ക് ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരിക്കലും ഇത് വിപുലമായി കൊണ്ടുപോകാൻ പറ്റില്ല. ഭാവിയിൽ ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നം വരും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ നിലവിൽ ഞാൻ BNI മെമ്പറാണ്. BNI എന്ന് പറഞ്ഞാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ, ബിസിനസ്സായിട്ടൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ ചെന്നപ്പോൾ നമുക്ക് വാല്യൂ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടി. അവരൊക്കെ അത് തരണം ചെയ്ത ആളുകളാണ്.
അത് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. അങ്ങനത്തെ ആളുകൾ ഇപ്പം കൂട്ടുകൂടാനും ഇങ്ങനത്തെ അറിവുകളൊക്കെ മനസ്സിലാക്കാനും പറ്റിയത്. അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ട്രേഡ് മാർക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എന്തായാലും മലബാറിന് കിട്ടില്ല, അപ്പോൾ വീനസ് വേറെ എന്തെങ്കിലും ഒരു പേരിലേക്ക് മാറ്റുക എന്ന് നിർബന്ധമായി. അങ്ങനെയാണ് നമ്മൾ വീനസിലേക്ക് എന്ന പേരിലേക്ക് മാറുന്നത്. പക്ഷേ ഈ മലബാർ ഫുഡ്സും പിന്നെ വീനസിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അത് കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അതെ അത് നമ്മൾ പരസ്യത്തിലൂടെയും അല്ലാത്ത രീതിയിലൊക്കെ മാക്സിമം അവരോട് അറിയിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും മലബാർ ഫുഡ്സിന്റെ എല്ലാ പ്രോഡക്ട്സും ഇനി വീനസ് എന്നുള്ള പേരിലേക്ക് നമുക്ക് ലഭിക്കുന്നത് അതേ ക്വാളിറ്റിയിൽ അല്ലെ, അതേ ക്വാളിറ്റിയിലും ആ റീസണബിൾ പ്രൈസിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഇതിലൂടെ നമുക്കൊന്ന് അറിയിക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ക്വാളിറ്റി മാക്സിമം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം ഇത്തരം, കാരണം അന്ന് മുതൽ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന പല ആളുകളും പറഞ്ഞിരുന്നു റേറ്റ് കുറച്ച് കടയിൽ കൂടെ കൊടുക്കണം, എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം പഴയ ആളുകൾ തന്നെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത്, നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുത്താൽ ശരിയാവില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ അന്ന് അവരോട് പറഞ്ഞിരുന്നു, കാരണം റേറ്റ് കുറയ്ക്കുക മീൻസ് ക്വാളിറ്റി കുറയ്ക്കുക, രണ്ടും ഉത്തരം ഒന്നാണ്. ക്വാളിറ്റി കുറച്ചാലുള്ള റേറ്റ് കുറയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ക്വാളിറ്റിയോട് കൊടുത്തിട്ട് എടുക്കുന്ന ആളുകൾ എടുത്താൽ മതി എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ ആദ്യം മുതലേ നിന്നിരുന്നു. തീർച്ചയായിട്ടും പപ്പടം എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്പനികൾ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വീനസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ എന്താണ് അവരിൽ നിന്നും യുണീക്ക് ആയിട്ടുള്ളത്, എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? നമ്മൾ മാക്സിമം ഹൈജീനിക് ആയിട്ട് ചെയ്യുന്നത്. എൻ്റെ പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാം. അതുപോലെ ആർക്കും കമ്പനിയിൽ വന്നാൽ കാണാം. ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു 40 സെൻറ്റ് സ്ഥലത്താണ്. അവിടെ ഒരു സ്ഥലത്തും ഒരു വൃത്തികേടായിട്ടൊരു സ്ഥലം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് എണ്ണയ്ക്കൊക്കെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും വരാറ്. എണ്ണ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മില്ല് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ മില്ല് നമ്മൾ ചക്കിലാട്ടിയ എണ്ണ കൊണ്ടാണ് നമ്മൾ മെഷീൻ നമ്മളെ പപ്പടത്തിലേക്കൊക്കെയുള്ള എണ്ണ പുരട്ടാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ കമ്പനി തന്നെ അങ്ങനത്തെ സജ്ജീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം എണ്ണയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ നമ്മൾ തന്നെ ആട്ടിയിട്ട് ഉപയോഗിക്കും. നമ്മൾ തന്നെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യും. തേങ്ങയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊപ്രയുടെ പരിപാടിയൊക്കെ ചെയ്യും. കൊപ്ര കച്ചവടം ഞാൻ മുമ്പ് ചെയ്തിരുന്നു, ഞാൻ പറയാൻ മറന്നാണ്. ഒരു 5-8 മാസം കൊപ്ര കച്ചവടം ചെയ്തിരുന്നു. അതിനൊക്കെ കുറേ നഷ്ടം വന്നതാണ്. പക്ഷേ അതിൻ്റെ മെത്തേഡൊക്കെ നമുക്ക് പഠിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ മില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ എണ്ണ എടുത്തിട്ടാണ് നമ്മൾ പപ്പടത്തിലേക്കൊക്കെ ഉപയോഗിക്കണം. ഈ ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന സാധനങ്ങൾ ക്ലിക്ക് ആവണ കുറച്ച് പണിയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നല്ല ക്ഷമയും നല്ല ഇതുകൊണ്ടാണ്. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറയും, ഞാൻ അന്ന് മുതൽ 14 വർഷമായിട്ടും പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് ഇപ്പോൾ നിൽക്കുന്ന പപ്പടത്തിനേക്കാൾ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻ്റെ അവിടുത്തെ വെള്ളമൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പപ്പടത്തേക്ക് കൂട്ടുന്ന വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്, നമ്മൾ കെങ്കൺ വാട്ടർ എന്ന് പറഞ്ഞിട്ട്. കെങ്കൺ വാട്ടർ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, ജപ്പാൻ ടെക്നോളജിയാണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനാണ് സാധാരണ എല്ലാവരും കൊണ്ടുപോകാറ്. 9.5 pH വെള്ളം കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ അതും കൂടെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ അത്രയും ക്വാളിറ്റി ആയിട്ട് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്ന ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ. അങ്ങനെ എണ്ണയുണ്ട്, കാരുണ്ട്, പിന്നെ ഉപ്പാണുള്ളത്. ഉപ്പ് നമ്മൾ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തലേ ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളി മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പപ്പടത്തിലേക്ക് ഉപയോഗിക്കുന്നത്. കാരം പിന്നെ ഫുഡ് സേഫ്റ്റി അംഗീകരിച്ച കാരാണ്. അതിപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. അതൊക്കെ സമൂഹത്തിൻ്റെ പല തെറ്റിദ്ധാരണയാണ്, പല മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എൻ്റെ അറിവിൽ ഞാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാണ്. എൻ്റെ അറിവിലുള്ള കമ്പനികളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല കാരം കുറേയൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ അവിടെ നമ്മൾ ഫുഡ് സേഫ്റ്റി അംഗീകരിച്ച കാരാണ്. നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളമാണ്. പിന്നെ നല്ല മാക്സിമം നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന മാക്സിമം നല്ല ക്വാളിറ്റി ഉഴുന്ന മാവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കവറടക്കം കുറച്ച് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല നല്ല ഹൈ ക്വാളിറ്റി കവറിങ്ങിലേക്ക്, കാരണം കാഴ്ചയിലും കൂടെ നമ്മൾ ഒരു ഹൈജീനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ജനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതെ. പപ്പടം അല്ലാതെ മറ്റെന്തെല്ലാം പ്രോഡക്ട്സ് ആണ് വീനസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ പുളി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പല രീതിയിലായിട്ട് പല കമ്പനികൾ ചെയ്യുന്ന പോലെ തന്നെ പല രൂപത്തിലാക്കിയിട്ട് നല്ല ഭംഗിയോട് കൂടി സൂപ്പർ മാർക്കറ്റിൽ ഷെൽഫിൽ വയ്ക്കുമ്പോൾ കാണാൻ ഒരു അട്രാക്ഷനുള്ള രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പല ഒരു 5-8 ഐറ്റംസ് ആയിട്ട് പല മോഡലായി ചെയ്യുന്നുണ്ട്. സീഡ്ലെസ്സും സീഡുള്ളതും ഉണ്ട്. സീഡ്ലെസ്സാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന എനിക്ക് കിട്ടുമ്പോഴൊക്കെ വളരെ ഉപ്പ് കൂടുതലുള്ള കൊണ്ടാട്ടമായിരിക്കും കിട്ടുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ എങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുക അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ തൈരിലിട്ട് വീണ്ടും വെയിലത്തിട്ട് വീണ്ടും തൈരിലിട്ട് വീണ്ടും വെയിലത്തിക്കിട്ട് അങ്ങനെ ട്രഡീഷണൽ രീതിയിൽ. എല്ലാ പ്രോഡക്ട്സും ഈ സെയിം കമ്പനി തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതെ, എല്ലാം മാനുഫാക്ചർ നമ്മളാണ്. എത്രത്തോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്രത്തോളം സ്റ്റാഫ്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 40 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5500 സ്ക്വയർ ഫീറ്റോളം. നമ്മൾ ഫസ്റ്റ് റെൻറ്റ് ബിൽഡിങ്ങിലായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 5 വർഷമായിട്ട് നമ്മളിപ്പോൾ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറി. വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി.
അപ്പോൾ ഒരു ഈ ഒരു കുറഞ്ഞ കാലയളവിൽ. അതെ അതെ, വളരെ ഒരു ഇപ്പോൾ 4-5 വർഷമായി നമ്മൾ മാറിയിട്ട്. ഇപ്പോൾ ഒരു 40 സെൻറ്റ് സ്ഥലത്ത് ഒരു 5500 സ്ക്വയർ ഫീറ്റ്. അതിൽ പിന്നെ നമുക്കറിയാലോ ഒരു ബിൽഡിങ്ങിൽ ഒരു സ്ഥലം പോലും വേസ്റ്റ് ഇല്ല. കാരണം നമുക്കറിയാലോ എവിടേക്ക് എന്തൊക്കെ വരേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്തിരിക്കുന്നത് മാക്സിമം ഹൈജീനിക് ആയിട്ടാണ്. ഡെയിലി ഒരു പപ്പട കമ്പനി ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് സംശയമുള്ള ആൾക്കാർ പോലും കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ, കാരണം അത്രയും ക്ലീൻ ആയിട്ടാണ് നമ്മൾ മാക്സിമം കൊണ്ടുപോകുന്നത്. അന്നന്ന് അവിടെ നിങ്ങൾ ക്ലീൻ ആക്കും. ആഴ്ചയിലും നല്ല ഓരോ വർക്ക് കഴിയുമ്പോഴും അവിടെ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ഉള്ള സമയത്ത് തന്നെ സ്റ്റാഫിൻ്റെ എണ്ണവും നമ്മൾ കൂട്ടേണ്ടി വരും. അപ്പോൾ എത്രത്തോളം സ്റ്റാഫാണ് സാറിനുള്ളത്, ഈ ഒരു കമ്പനിക്ക് വീനസിനുള്ളത്? അവരെത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഈ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്നറിയോ, എനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 8ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നത് എൻ്റെ അയൽവാസികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും കേരളത്തിൽ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഏതൊരു വ്യവസായത്തിൽ നോക്കിക്കഴിഞ്ഞാലും അതിഥി തൊഴിലാളികളുടെ കടന്നുകയറ്റാണ് കൂടുതൽ, അല്ലേ? അതിപ്രസരമുണ്ട്. അപ്പോൾ അത് എൻ്റെ കമ്പനിക്ക് ഉണ്ടാവരുതെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ അയൽവാസികൾക്ക്, മലയാളികൾക്ക് തന്നെ ഒരു ജോലി കൊടുക്കുന്ന സെറ്റപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നല്ലൊരു സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഇടയിൽ. കാരണം എൻ്റെ ഒരു 70ഓളം സ്റ്റാഫ്, 65-70 ഉള്ളിലെ സ്റ്റാഫ് എൻ്റെ കമ്പനിയിൽ കംപ്ലീറ്റ് മലയാളീസാണ്. അതിൽ അവർ തുടക്കത്തിൽ നമ്മൾ കമ്പനി 15 വർഷമായി 2009 സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് മുതലുള്ള സ്റ്റാഫുകളുണ്ട്, ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ആളുകളിലേക്ക് അത് വ്യാപിപ്പിക്കണം എന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൂടുന്തോറും അത്ര ആളുകളെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ച് ആളുകളെ കൂടുതൽ വെക്കാറുണ്ട് എപ്പോഴും. കാരണം അവരെ സഹായിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അത് ഞാനും കുറേ അനുഭവിച്ചിട്ടല്ല ഇതിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മൾ സെയിൽസിന് നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് ഗൾഫ് റിട്ടേൺ ആണോ എന്ന് ചോദിക്കാറ്. കാരണം ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് വരിക. അവർക്ക് ഇവിടുത്തെ പ്രശ്നമൊന്നും വിഷയമല്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാറാണ് കമ്പനിയിലേക്ക്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അവരൊക്കെ സഹായിക്കാറുണ്ട്. അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ കറക്റ്റ് ഒരു മെത്തേഡ്, ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കമ്പനി പോകുന്നത്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിയുടെ ഒരു വിവാഹാലോചന കാര്യത്തിന് വേണ്ടി പോയ സമയത്ത് പപ്പടത്തിന്റെ ആ ഒരു ബിസിനസ് ഒക്കെ മനസ്സിലാക്കി കണ്ടു, പക്ഷെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പം വീനസ്റ്റിന്റെ കമ്പനിയിൽ ഏവർക്കും കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ടോ? അത് നിങ്ങൾ അങ്ങനത്തെ ഒരു സൗകര്യം ഒരുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ആളുകളുടെ അവകാശമല്ലേ സത്യത്തിൽ. അവനെ കഴിക്കുന്ന ഫുഡല്ലേ. തീർച്ചയായിട്ടും അതിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാൻ മാത്രമല്ല, അത് ഉണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് കാണിച്ചു കൊടുക്കാനുള്ള, അത് കയറി കാണാനുള്ള അവകാശം അവർക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എത്രത്തോളം ഹൈജീൻ ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സ് അതൊന്നും കാണണം. ആ കാണാനുള്ള സൗകര്യം പോലും വീനസ് കമ്പനി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജെനുവിനിറ്റിയാണ് ശരിക്കും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും കസ്റ്റമേഴ്സിന് വളരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് വീനസ് കമ്പനി ചെയ്യുന്ന ഈ ഒരു സജ്ജീകരണം. അതെന്താ, ഈ പപ്പടത്തിൻ്റെ പ്രത്യേകിച്ച് മറ്റുള്ള വ്യവസായങ്ങളെ പോലെയല്ല, ഈ ഫുഡിൻ്റെ പോലെയല്ല. ഈ പപ്പടം ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പപ്പട കമ്പനി. കാരണം ഫുൾ ടൈം പൊടി പാറുക, പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ചുമലിലൊക്കെ പറ്റി പിടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് വൃത്തിയായിട്ട് ഡെയിലി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് നല്ല വൃത്തിയോടുകൂടി ചെയ്യാം എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ്. ഇപ്പോൾ വീനസിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പപ്പടമുണ്ട്, അതുപോലെ തന്നെ കൊണ്ടാട്ടങ്ങളുണ്ട്, അങ്ങനെ പല പ്രൊഡക്ട്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടേക്കാണ് നമ്മൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തൊക്കെ കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ നിലവിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റും പാലക്കാട് ഡിസ്ട്രിക്റ്റും പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതർ സ്റ്റേറ്റിലേക്കൊക്കെ അവിടെ ഒരുപാട് ആളുകൾ നമ്മളോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു, നമുക്ക് ഇവിടെ എൻക്വയറീസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പപ്പടം എത്തിക്കാൻ പറ്റുമോ, നമുക്ക് ഇങ്ങനെ നല്ല പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുന്നില്ല, അപ്പോൾ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ വൈഫിനെയും കൂടെ ഓൺലൈൻ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെയും കൂടെ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കുറേ എൻക്വയറീസ്, നല്ല കുറച്ച് ബന്ധങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടി. ഒരുപാട് വീട്ടമ്മമാർ അതർ സ്റ്റേറ്റിൽ നിന്ന് നമ്മളെ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീനസിന്റെ ഫുഡ് പ്രോഡക്ട്സ് തീർച്ചയായിട്ടും കേരളത്തിനകത്ത് കിട്ടും. അപ്പോൾ കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? കേരളത്തിൻ്റെ അകത്തും പുറത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ട് ഫുഡ് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. അതെ venusfoods.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോഡക്ട്സുകൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റും? നമുക്ക് അത് ഓരോ സ്ഥലത്തിൻ്റെ ഇതിനനുസരിച്ചാണ്. എങ്കിലും നമുക്ക് ഒരു 7 days ആണ് മാക്സിമം. എങ്കിലും ചെന്നൈ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ 3 to 5 daysന്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ കറികളുണ്ടെങ്കിൽ പപ്പടം നമുക്ക് ഒഴിച്ചുവിടാൻ വയ്യാത്തൊരു സംഭവമാണ് അല്ലേ. അത് അന്യനാടുകളിൽ പോലും. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് കണ്ടപ്പം സൗദിയിലത്തെ ഒരു പൗരൻ പപ്പടം അതിനെ ഒരു വ്ളോഗായിട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവർക്ക് ഒരു അതിശയമാണ്, നമുക്ക് ടേസ്റ്റും ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പപ്പടം എന്നുള്ളത് നമുക്ക് ഇവിടെ മാത്രമല്ല അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ നമുക്ക് എൻക്വയറീസ് ഇഷ്ടം പോലെ വരും.
അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ നമ്മുടെ വീനസിന്റെ പ്രൊഡക്ട്സ് അവിടെ വേണം താല്പര്യമുള്ള ആൾക്കാർ, ഡിസ്ട്രിബ്യൂഷൻ താല്പര്യമുള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അതുപോലെ തന്നെ ഒരു ഇത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടാൻ നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് സെയിൽ ഈ 2-3 ഐറ്റമേ ഉള്ളൂ. പക്ഷേ ഓൺലൈനായിട്ട് നമ്മളൊരു 10-20 ഐറ്റം സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം വെളിച്ചെണ്ണയൊന്നും നമുക്ക് അല്ലാത്ത രീതി സെയിൽ ചെയ്യാൻ തികയില്ല. കാരണം ചക്കിലാട്ടി വളരെ ക്ലീൻ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പപ്പടം, ചെറിയ കുട്ടി പപ്പടമൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള പപ്പടം, വലിയ പപ്പടം, കല്യാണത്തിന് വേണ്ട പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കൊണ്ടാട്ടങ്ങൾ നമ്മൾ ഉള്ളി കൊണ്ടാട്ടം, തക്കാളി കൊണ്ടാട്ടം, കറിവേപ്പില കൊണ്ടാട്ടം, അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റം, ഒരു 10 ഐറ്റം കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അച്ചാറുകളുണ്ട്, നമ്മൾ മീനച്ചാറ്, അങ്ങനത്തെ നാരങ്ങച്ചാറ്, അങ്ങനെ അച്ചാറിൻ്റെ ഐറ്റംസുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഒരു 20ഓളം ഐറ്റംസ് നമ്മൾ സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടില്ലെങ്കിൽ വീനസ് ഫുഡ്സിന്റെ കുറച്ച് ഐറ്റംസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺലൈനായിട്ട് അവർക്കൊരു പാക്കേജ്, അവർ കോംബോ പാക്കേജ് എടുക്കുകയാണെങ്കിൽ അവർക്ക് നാട്ടിൽ കിട്ടുന്ന അതേ റേറ്റിൽ അവർക്ക് അവരുടെ വീട്ടിൽ കിട്ടുന്ന കൃത്യമായിട്ട് വൃത്തിയോട് കൂടി വളരെ ഹൈജീനിക്കായിട്ട് വിശ്വസിച്ച് കഴിക്കാവുന്ന രീതിയിൽ അവർ കിട്ടുകയാണെങ്കിൽ അവർ നമ്മളെ സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതർ സ്റ്റേറ്റിൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയതാണ്. അവിടുത്തെ മലയാളീസിൻ്റെ ആന്ധ്രയിൽ ഞാൻ പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു. അവിടെ ഒരു മലയാളി സമാജം തന്നെ ഉണ്ട്, മലയാളി അസോസിയേഷൻ. ആ സമയത്താണ് ഞാൻ ഓണത്തിൻ്റെ സമയത്താണ് ചെന്നത്. അപ്പോൾ അവിടെ ഒത്തിരി ആളുകൾ, ഞാൻ കുറച്ച് പപ്പടം ഒന്ന് കൊണ്ടുവരുന്നു. അന്ന് അതാണ് അവിടെ കാച്ചിയത്. ആ കാച്ചിയ സമയത്ത് അവിടെ കുറേ ആളുകൾ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മളോട് ചോദിച്ചു, ഈ സാധനം നമുക്കിവിടെ എത്തിക്കാൻ പറ്റുമോ? നമ്മൾ തന്നെ അവിടെ കുറേ ആളുകൾ, അവിടെ ആയിരക്കണക്കിന് ആളുകൾ മലയാളീസ് ഉണ്ട്. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ പറ്റും. ഒരു വർഷം മുമ്പാട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആളുകൾ നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങിയത്. അങ്ങനെ തീർച്ചയായിട്ടും ഇത്രയും പ്രോഡക്ട്സ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഇത് കാണുന്ന GCC പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാകും, അവർക്കും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? അതിനുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്കുണ്ട്. നമുക്കിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഡബിൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവിടെ ഉണ്ട്. ഇത്ര ഹൈജീനിക് ആയിട്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ കമ്പനിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്പോർട്ടിംഗ് ലെവലിലേക്കും നമുക്ക് വീനസിനെ ഇനി മുന്നോട്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പ്ലാൻസ് എന്ന് പറയുന്നത്? ഇനി നമ്മൾ ഞാൻ പറഞ്ഞില്ല, അതർ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഓൺലൈൻ വഴിക്ക് ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആ പ്രൊഡക്റ്റ് കൂട്ടാനുള്ള ഉദ്ദേശമുണ്ട്. ഇപ്പോൾ 20ഓളം പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട്. ബാക്കിയുള്ള പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് പൂർണ്ണമായിട്ടും അത് പൂർണ്ണ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി വരുന്നതിൻ്റെ ഒപ്പം തന്നെ ടേസ്റ്റും വരണ്ടേ. അപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ പൂർണ്ണത നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചക്കിലാട്ടും തന്നെയാണ്. അതിൻ്റെ ക്വാളിറ്റി പല ആളുകൾക്കും ബോധ്യമാണ്. അത് ഹീറ്റാവില്ല വല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു മറ്റേനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി അത് കിട്ടും. അത് ഇനി നമുക്ക് ചോദിക്കാനുള്ളത് വീനസിന്റെ കസ്റ്റമേഴ്സിനെ കുറിച്ചാണ്. എത്രത്തോളം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്, അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവരോട് നമ്മൾ പല ആളുകൾ നമ്മൾ നിരന്തരം വിളിക്കാറുണ്ട്, നമ്മളോട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്ത് മിസ്റ്റേക്ക് നമ്മൾ അപ്പോൾ തീർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും സ്നേഹപൂർവ്വം അവർ പറയാറുണ്ട്, എങ്ങനെയുണ്ട്. അതൊരു സ്നേഹത്തിൻ്റെ മൂലം പറയുന്നതാണ്. അത് ഇപ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പി കസ്റ്റമേഴ്സാണ് ഒരു 2 ലക്ഷത്തോളം ആളുകൾ. കുറഞ്ഞ കാലയളവിലാണ് 2 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇനിയും സ്റ്റോറി പറയാനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് 10 ലക്ഷത്തിലേക്ക് എത്തട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീനസ് ഫുഡ്സിന്റെ പ്രോഡക്ട്സ് നമുക്ക് കേരളത്തിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണുന്ന, കേൾക്കുന്ന, അല്ലെങ്കിൽ ഇത് ഓൾറെഡി കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ടാവും. പക്ഷേ ഇനി കൂടുതൽ അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതർ കൺട്രീസിലേക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ഡിസ്ട്രിക്ട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം മാത്രം നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതർ സ്റ്റേറ്റിലേക്കുണ്ട്, അതർ കൺട്രീസിലേക്കുണ്ട്. ഇപ്പോൾ ആര് വിളിക്കുന്ന ആളുകളോട് ഞാൻ ഇപ്പോൾ പല ആളുകൾ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടോ വെച്ചിട്ട്. അപ്പോൾ അവരോട് ഞാൻ പറയാറ്, നേരിട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടി പറയാറ്. കാരണം നമുക്ക് ഇതിൻ്റെ നഷ്ടസാധ്യതകളും ലാഭസാധ്യതകളും അവരെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് അവർക്ക് അതിനുള്ള പവർ ഉണ്ടോ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ആശ്രയിക്കുന്ന ആൾക്ക് നഷ്ടം വരാൻ പാടില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് നമ്മൾ വിളിക്കുന്ന ആളോട് നമ്മൾ പറയാറ്, വിശദമായിട്ടുള്ള അറിഞ്ഞിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. എല്ലാ സ്റ്റേറ്റിലേക്കും എല്ലാ അതർ കൺട്രീസിലേക്കും കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂഷൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം. നമ്മളതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും വീനസ് ഫുഡ് പ്രോഡക്ട്സ് ആവശ്യമുള്ളവർ ഈ ഒരു സൈറ്റിൽ venusfoods.com എന്ന സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യുക. അതർ സ്റ്റേറ്റായാലും അല്ലെങ്കിൽ GCC കൺട്രീസിലായാലും ഒരുപാട് ആൾക്കാർ വീനസ് ഫുഡ്സിൻ്റെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവരുണ്ട്. തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യുക, സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുക. 16 വയസ്സിൽ ഒരു ചെറിയൊരു തട്ടുകടയിൽ തുടങ്ങി ഒരുപാട് പ്രവൃത്തി മേഖലയുടെ പോയിക്കൊണ്ടിരുന്നു. പെയിൻറ്റ് പണിയായാലും ഓട്ടോറിക്ഷ ആയാലും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയാലും ഫാബ്രിക്കേഷൻ ആയാലും അങ്ങനെ ഒരുപാട് മേഖലയിൽ സഞ്ചരിച്ചു. വിജയപരാജയങ്ങൾ നേരിട്ടു.
ചെയ്തു അവസാനം അമ്മയുടെ ആ സപ്പോർട്ടിൽ നിന്നും ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മുടെ വീനസ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ ബിസിനസ്സിലേക്ക് എത്തുകയും അത് വിജയത്തിലേക്ക് മുന്നേറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിജയപാതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വിജയങ്ങൾ അവർക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയുമായി ഇൻസ്പയർ കാണുന്നവരെ ഇറ്റ്സ് മീ സജന സഹറ സൈനിങ് ഓഫ്.